ലീലാമ്മ ജാനകിയമ്മയും തമ്മിലുള്ളൊരു ഭയങ്കര അടുപ്പായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ കാലത്ത് ഇവരൊക്കെ വസന്താമ്മയൊക്കെ ഇവരെ പറ്റി പറയുന്നത് കേൾക്കണം. ലീല ചേച്ചി എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു. ആദ്യം ജാനകിയമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ചിങ്കാരവേലനി എന്നുള്ള പാട്ട് അവരുടെ ബ്രേക്ക് കൊടുത്ത പാട്ട്, ജാനകിയമ്മയ്ക്ക് ബ്രേക്കായ പാട്ടാണ്. അപ്പോൾ അത് ശരിക്കും റെക്കമെൻഡ് ചെയ്തത് ലീല ചേച്ചിയാണെന്ന് ജാനകിയമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ പിന്നെ ലീല ചേച്ചീനെ കണ്ടപ്പോൾ ചോദിച്ചു, ഇങ്ങനെ ലീല ചേച്ചി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ല, എന്താ എൻ്റെ അടുത്ത് പറയായിരുന്നു. അപ്പം ലീല ചേച്ചി പറയാം, അതെന്തിനു ഞാൻ പറയണത്, അതുകൊണ്ടൊന്നുമല്ല, അവർ നല്ല സിംഗറാണത്, ഞാൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ടൊന്നും അല്ലെന്ന്. എന്നിട്ട് അവരപ്പം തന്നെ ഫോൺ ചെയ്തിട്ട് ജാനകിയമ്മയെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഇതെന്തിനാ പറഞ്ഞു കൊടുത്തത്, ഇത് ഞാൻ നീ അല്ലേ നന്നായി പാടിയില്ലേ, എൻ്റെ ഇതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രയും അവർ സത്യം പറഞ്ഞാൽ ഈ പാട്ട് ശരിക്കും ലീല ചേച്ചി പാടേണ്ടതായിരുന്നു. എസ് എം സുബ്ബയ്യ നായിഡു എൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അത് നാദസ്വരത്തിൻ്റെ അകമ്പടിയോടുകൂടി പാടേണ്ട, ശ്രുതിയിൽ പാടേണ്ട, നല്ല പിച്ചിൽ പാടണം. അപ്പം അന്ന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലീല ചേച്ചി പറഞ്ഞു എനിക്ക് പാടാൻ പറ്റില്ല, മാത്രമല്ല അമിത ശ്രുതിയിൽ പാടേണ്ടതാണ്. അപ്പം ഞാൻ വേറൊരു സിംഗർ പേര്, ഒരു പുതിയ സിംഗറാണ് എസ് ജാനകി എന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല, നിങ്ങൾ പാടിയില്ലെങ്കിൽ ലതാ മങ്കേഷ്കറിനോട് പാടിക്കുന്നുണ്ട്.